ഒരു പ്രത്യേക ഗുണം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർന്ന ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, ആ സമയം കൊറോണയുടെ സമയമാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം, അവരുമായി ബന്ധപ്പെടുന്നവർ മുഴുവനും ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം. അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് തകർത്തത്. ആ സമയത്താണ് സ്വന്തം ആരും ഒന്നും നോക്കിയില്ല. അവര് ക്വാറന്റൈനിലാണോ അല്ലെങ്കിൽ അവര് ഗൾഫിൽ നിന്ന് വരുന്നവരാണോ, അങ്ങനല്ല. ഒരു മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില കൊടുക്കാൻ അവർ തയ്യാറായി ഓടിച്ചാടിച്ചെന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം. എന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു സഹോദരൻ ഒരു ചാലിനകത്ത് അകപ്പെട്ടു പോയത്. വേസ്റ്റ് ഒഴുകുന്ന ഒരു ചാല്. സത്യം പറഞ്ഞാൽ ആ റോഡിലൂടെ നടന്നു പോകുന്നവര് പോലും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുപൊത്തും. അത്രയും ദുർഗന്ധമടിക്കുന്ന ആ ചാലിനകത്ത് ഒരു സാധുവായ മനുഷ്യൻ അകപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി, ആ ചാലിനകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തോ വല്ലാതെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ ചാലിനകത്ത് ആ വൃത്തികെട്ട വെള്ളത്തിന്റെ അകത്ത് മുങ്ങുകയാ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിൽ വല്ലാത്ത ഒരു ബഹുമാനവും അതിന് വല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു.